ഉറപ്പായിട്ടും ക്രിറ്റിസിസം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് തിരഞ്ഞെടുത്തത് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്പോർട്ടാണ്. ഇന്ത്യയിലെ ഒരു റിലിജൻ എന്ന കണക്ക് കൂടുന്ന ക്രിക്കറ്റാണ്. ഇന്ത്യൻ ടീമിലെ ക്രിക്കറ്ററാണ് ഞാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ടീമിലെ ഒരു പ്ലെയറാണ്. അതെ അതെ. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ ഭയങ്കര നോർമലാണ്. നമുക്ക് ക്രിറ്റിസിസം ഉണ്ടാവും, നല്ല സൈഡും ഉണ്ടാവും, ചീത്ത സൈഡും ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര ഒരു നോർമലായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് വരും. നമ്മൾ ചെറുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അക്സെപ്റ്റൻസ് വന്ന് തുടങ്ങും. അന്ന് അറിയാതെ ചെയ്തു പോകും, വേറെ വഴിയില്ല. അപ്പോൾ അതില് എനിക്ക് പറയാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. കറക്റ്റ് കറക്റ്റ്. ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വീട്ടിൽ ഔട്ടാവും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എല്ലാവരും സംസാരിക്കും. അപ്പോൾ ഔട്ടായ ഉടനെ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. പക്ഷെ ആ ദേഷ്യത്തിന്റെ ബാക്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ബ്രോ പറഞ്ഞ പോലെ നാട്ടുകാരെ ഞാൻ എല്ലാ മാച്ചും 100 അടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലുള്ള മലയാളികളും എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ആലോചിച്ച് എല്ലാവരും വൈകിട്ട് 8 മണിയാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് സഞ്ജു ഇന്ന് കളിക്കുന്നുണ്ട്, അന്ന് ഡിന്നറൊക്കെ ഫാമിലിയൊക്കെ എല്ലാവരും കൂട്ടുകാരെ കൂട്ടിയിരിക്കുമ്പോൾ സഞ്ജു ഫസ്റ്റ് ബോൾ ഔട്ട് ആവുമ്പോൾ ഉറപ്പായിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ തങ്കപ്പറ്റക്കാരൻ ഇവനെ കൊണ്ട് വയ്യല്ലോ. ഉറപ്പായിട്ടും അങ്ങനെയല്ലേ വരത്തില്ല. അപ്പോൾ ഒരു നാച്ചുറൽ ഫ്രസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിനെ ഞാൻ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് അവിടെ തന്നെ അങ്ങ് ഓക്കെ, അവർക്ക് എന്തോണം റിയാക്ട് ചെയ്യാം. അതിന്റെ ബാക്കിൽ പലതും കാണും. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കും. അപ്പൊ അത് അവിടെ തന്നെ ഒരു ദൂരെ തന്നെ വന്ന് എൻജോയ് ചെയ്ത്, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് ആ രീതിയിൽ അങ്ങ് പോകും. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സംസാരിക്കാനും ആൾക്കാർ കൂടെ വേണം. ഈ ഒരു കരിയറും ലൈഫും എന്തൊക്കെ ആയാലും കൂടെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഉണ്ടാവുമ്പോൾ ഞാനിത് എൻ്റെ മനസ്സിൽ വെക്കാതെ എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യും. നല്ല മെന്റേഴ്സ്, കോച്ചസ് ഉണ്ട്, വൈഫിനടുത്ത്, ചാരുൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ സംസാരിച്ച് ഒരു കൺക്ലൂഷനിലെത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിന്റെ ബാക്കി കാണില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇതിനൊക്കെ ഞാൻ ഫേസ് ചെയ്യണം. എന്ത് വന്നാലും നമുക്ക് അത് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അതാണല്ലോ ആദ്യം വേണ്ടത്. ഉറപ്പായിട്ടും ചിലപ്പോൾ സോർട്ട് ചെയ്യണം, ചിലപ്പോൾ സോർട്ട് ചെയ്യാതെ വിടുകയും വേണം. ചെറിയ ദേഷ്യവും ചെറിയ ആങ്കറൊക്കെ വേണം ലൈഫിൽ. ചില സമയത്ത് അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം, ചില സമയത്ത് മാത്രം. ഏറ്റവും വലിയ ക്രിട്ടിക്കാരാ ലൈഫിൽ? നേരത്തെ പറഞ്ഞ അച്ഛനാണോ, ഇപ്പം ചാരു ആണോ? ചാരു അത്ര വലിയ ക്രിട്ടിക് അല്ല, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ചാരുവാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരും ചോദിച്ചാൽ നമ്മുടെ കുറെ കോച്ചസ് ഉണ്ട്, കുറെ മെന്റേഴ്സ് ഉണ്ട്, പിന്നെ കുറെ കൂട്ടുകാരുണ്ട്, പിന്നെ ഫാമിലി ഉണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ ലൈഫിൽ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റം എന്റെ വൈഫാണ്. ഫ്രണ്ടിലൊന്നും വരാതെ ഒന്ന് ബാക്കി ഇരുന്ന്, പക്ഷെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട്. അല്ല, പുള്ളിക്കാരി പഠിച്ച് എവിടെ എന്തോ വലിയ സംഭവമൊക്കെയാണ്, ഡിഗ്രി ഒക്കെ എടുത്ത് BA കെമിസ്ട്രിയോ എന്തൊക്കെയോ ആണ്, MA എന്താണ്, MA ഫസ്റ്റ് ക്ലാസ്, തേർഡ് ക്ലാസ്, എന്തോ വലിയ സംഭവമൊക്കെ പഠിച്ച് വലിയ പാസ്സായ ആളാണ്. അപ്പോ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത്, അല്ല അങ്ങനെയല്ലേ, സാധാരണ നാട്ടിലുണ്ടായിരിക്കുമ്പോ എന്താണ് നമ്മുടെ പഠിത്തം കഴിഞ്ഞ അടുത്ത ജോലി എന്തായി, അല്ലെങ്കിൽ ചാരു ഇനി എന്ത് ചെയ്യണ്, അല്ലെങ്കിൽ ചാരുവിന് ഇനി എന്താണ് ഇമ്പോർട്ടൻറ്റ്,